ഹലോ, ഒരു മാക്ബുക്ക് ആണ്. ഇതിൻ്റെ ഡെഡാണ് സംഭവം. സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡാപ്റ്റർ ഇതാണ് വന്നത്. ഇത്തിരി ഡാമേജ് ആയിട്ടുണ്ട്. ഇതിനുള്ളിൽ ഷോർട്ടാണോ അല്ല ഇതിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയില്ല. എന്തായാലും വേറെ അഡാപ്റ്റർ പ്ലഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒന്നും കാണിക്കുന്നില്ല. ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇത് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ സിഗ്നൽ കാണിക്കുന്നു. അപ്പോൾ ഇത് ലൂസ് കോണ്ടാക്റ്റ് ആണ്. ഇത് കാരണം ഇതപ്പോൾ പുതിയതാണ്. ലൂസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. ഇതൊന്ന് അഴിച്ചു നോക്കണം. ഓക്കെ, ഇത് ഓഡിയോ ജാക്കിനുള്ളതാണ്. ഇതാണ് DC പിന്ന്. ഓക്കെ, അപ്പോൾ ഇതിന്മേണ് പവർ വരുന്നത്. ഇത് നമുക്ക് അഴിച്ച് നോക്കാം. ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ ഇത് നമുക്ക് എടുക്കണം. ഓക്കെ, ഇതാണ് DC പിന്ന്. ഇത് ഇഞ്ചിട്ടെടുക്കണോ അതോ ഇതിങ്ങനെ കിട്ടുമോ എന്നുള്ളതൊന്നും ഞാൻ നോക്കട്ടെ. ഇത് മിക്കവാറും അടിയിൽ ഗമ്മിലൊക്കെ ഉണ്ടാവും. നോക്കട്ടെ. അങ്ങനെ ഈ കേബിൾ ഇതും വന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിനായിട്ട് കിടക്കുന്ന സംഭവം. ഓക്കെ, വളരെ കെയർഫുൾ ആയിരിക്കണം ഈ സംഭവം. ഇത് ജസ്റ്റ് ഒന്ന് മുളിക്കാക്കുക. എന്നിട്ട് ഇത് പശ ഉള്ള ഭാഗം എടുത്തുമ്പോൾ അതായത് പതുക്കെ സ്ട്രിപ്പ് എടുത്തിട്ട് ബാക്കോട്ട് വലിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വരിക, പിന്നെ ബാക്കോട്ട് വലിക്കുക. അങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ ഓഡിയോ ജാക്കിൻ്റെ കേബിളും ഇതുപോലെ ഇവിടെ കൊണ്ട് തട്ടിക്കളയാം. ഓക്കെ, എന്നിട്ട് പുൾ ചെയ്യാം. ചെറിയൊരു പശയുണ്ട്, നീ കണ്ടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കേബിൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ബാങ്കിലേക്ക് ആക്കുക. എന്നിട്ട് ഇതുകൊണ്ട് വലിക്കുക. ഇതുണ്ട് സ്ട്രിപ്പ് ഇങ്ങനെ വരുന്നത്. ഇവിടെ വലിക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡും ഈ ഒരു സൈഡ് സെപ്പറേറ്റായി. ഈ ഒരു സൈഡും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് മാറ്റി വെക്കുക. ഇതും എല്ലാ ഓഡിയോ ജാക്കുള്ള DC ജാക്കുള്ളത്. ഇതും DC ജാക്കുള്ളത് ഉണ്ടല്ലേ. ഇത് സംഭവം നമുക്ക് ഇതിൻ്റെ ഹിഞ്ചസ് ചിലപ്പോൾ അഴിക്കേണ്ടി വരുമെന്ന് സംശയമുണ്ട്. അഴിച്ചിട്ടാണെങ്കിൽ അത് അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നോക്കട്ടെ കേട്ടോ. ഇതാണ് സംഭവം. ഇങ്ങനെ പതുക്കെ തിക്കെടുക്കാവുന്നതാണ് അല്ലേ. ഇതിൻ്റെ
വലിച്ചാൽ പയ്യെ പയ്യെ വലിച്ചുകൊണ്ട് പോരും. അതിൻ്റെ ഇഞ്ചസ് പൊക്കിയാലോ പോരുള്ളൂ തോന്നുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇഞ്ചസ് ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. പൊക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഈ സംഭവം വെക്കണമെങ്കിൽ, ആ പിന്ന് വെക്കണമെങ്കിൽ ഈ ഭാഗം മുകളിലേക്ക് വരിക, നമുക്ക് ഇന്നത്തെ കൊണ്ടുകൊണ്ട് ഇറക്കി വെക്കണം. കണ്ടില്ലേ സംഭവം. പിന്നെ DC പിന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇഞ്ചസ് അങ്ങനെ കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ചെയ്യണം. സ്ക്രൂ ചെയ്തിട്ട് ഇതിൻ്റെ കേബിൾ കണക്ട് ചെയ്ത് നോക്കാം. ചാർജിങ് പോർട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ടു. ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ പിന്ന് വെച്ചു. പുഷ് ചെയ്യാൻ 2 സ്ക്രൂ ഇത്തിരി ഇടങ്ങാറുണ്ട്. പിന്നെ ഓഡിയോ ജാക്ക് പിന്നെ കൊടുക്കാം. ഇനി ഈ കേബിൾ കൊണ്ട് വെക്കാനുണ്ട്. കേബിൾ ജസ്റ്റ് ഇതിവിടെ ഇങ്ങനെ കാണിച്ചു തന്നില്ല. ഇവിടെ ഇങ്ങനെയൊന്നും പുള്ളി ചെയ്യാനുണ്ട്. അത് നമ്മൾ ജസ്റ്റ് പ്ലാസ്റ്റിക് എന്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണ് കുറച്ചുകൂടെ സേഫ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ലെൻസൊക്കെ വെച്ച് ചെയ്യാനേ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമ്മളൊക്കെ പരമാവധി ശ്രമിക്കുക. രണ്ട് കൈ കൊണ്ടും വെക്കണം, അല്ലാണ്ട് ഇത് കയറില്ല. ഒറ്റ കൈ കൊണ്ട് ശ്രമിച്ച് തരുന്നില്ല. അപ്പോൾ 2 കൈ കൊണ്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചാർജിങ് പോർട്ടിൽ കേബിൾ കണക്ട് ചെയ്യാം. നോക്കാം എന്താണ് അവസ്ഥ നോക്കാം. പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ വന്നു. ഇപ്പോൾ ഞാനിവിടെ നേരത്തെ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇവിടെ പോയിരുന്നു. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം. ചാർജിങ് ബോർഡ് ക്ലീൻ ചെയ്തിട്ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇത്രയും ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണും എൻ്റെ എത്രത്തോളം ടെൻഷൻ വർക്കാണെന്ന്, ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതാണ് എൻ്റെ സംഭവം. ഓക്കെ, ഇതൊക്കെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നനക്കുമ്പോൾ പോകുന്നില്ല. 3% ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ പിന്നെ സ്ക്രൂ ചെയ്യാനുള്ളൂ. ഒന്ന് കോട്ട് ചെയ്യണം ഇവിടെയൊക്കെ. പിന്നെ ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യണം. കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.